എഞ്ചിൻ്റെ ഹെഡും വാൽവൊക്കെ നമുക്ക് പണിയിട്ടുണ്ട്. ഇത് മൊത്തം ഇനി ക്ലീൻ ചെയ്ത് സെറ്റപ്പായിട്ട് എടുക്കണം. എഞ്ചിൻ്റെ ഹെഡൊക്കെ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലായിട്ട് നടക്കണേ. ഹേയ് ഗൈസ്, വെൽക്കം ടു ടോപ്പ് അർജുൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്നിന് പണി കിട്ടിയ കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വെറും പണിയല്ല, എഞ്ചിൻ പണിയാണ് കിട്ടിയത്. അപ്പോൾ ഈ വണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ അടുത്ത വർക്ക്ഷോപ്പിൽ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് കിലോമീറ്റർ ഓടില്ല. കാര്യം എഞ്ചിൻ ഓയിലും കൂളൻറ്റും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിന് പ്രോപ്പർ ലൂബ്രിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് വണ്ടി പിസ്റ്റം പിടിച്ച് നിൽക്കും. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ എഞ്ചിൻ വർക്കിന് കൊടുത്തത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പണിയാണ് അവിടെ ചെയ്യണേ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയാണ് നമ്മൾ. അപ്പോൾ ശരിക്കും എന്താ നമ്മുടെ വണ്ടിക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കൂളൻറ്റും മിക്സ് ആയെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിൻ്റെ എല്ലായിടത്തും ഇത് കണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്. അതായത് എഞ്ചിൻ ഓയിലും വെള്ളം കൂടി ശരിക്കും സെപ്പറേറ്റ് ആണ് പോണത്. അതിലേക്ക് ഇത് മൊത്തം മിക്സായി എന്താ പറയുക, അലങ്കോലമായിട്ട് ആ മിക്സ്ചർ മൊത്തം നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പിടിച്ചിരിപ്പുണ്ട്. അത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ഈ പ്രോബ്ലം വരും. വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് വരും, മൈലേജ് ഡ്രോപ്പ് വരും, ഇനി പിസ്റ്റം പിടിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടിയ ഏറ്റവും വലിയ പണി. ഇപ്പോൾ നമ്മൾ ഈ ഹെഡൊക്കെ അഴിച്ച് വെച്ചേക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഗ്യാസ്കറ്റ് ഓൾറെഡി മാറണം. കാരണം ഗ്യാസ്കറ്റും കൂടി പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ്കറ്റ് ഇതുണ്ടോ, ഇതൊക്കെ പഴയ ഗ്യാസ്കറ്റ് ഇരുന്നാണ്. അത് പറ്റി പിടിച്ചു അതിനകത്ത്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം, സാൻഡ് ചെയ്യണം. ലൈറ്റ് സാൻഡ് അവിടെ ചെയ്യണം. വലിയ സാൻഡിങ് അല്ല, ചെറിയൊരു ലൈറ്റായിട്ട് സാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഗ്യാസ്കറ്റ് ഇടാൻ പോണത്. അല്ലെങ്കിൽ സീറ്റ് ആവില്ല. പിന്നെ എൻ്റെ വണ്ടിക്ക് ഇത്രയും പണി കിട്ടുള്ളൂ. ചില വണ്ടികൾക്കൊക്കെ പിസ്റ്റൺ പിടിച്ച അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലവരുടെ വണ്ടിയിൽ ഈ സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ അവിടെ കണ്ടോ, അവിടുത്തെ എന്താ പറയുക, പ്ലെയിൻ അല്ല, കറക്റ്റ് അല്ല. അത് ലേത്തി കൊടുത്ത് ലെവൽ ചെയ്യേണ്ടി വന്നു. തന്നെ നമുക്ക് ആ അവസ്ഥയൊന്നും വന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇപ്പോൾ 10,000 എസ്റ്റിമേറ്റ് പറഞ്ഞത്. നമുക്കറിയാൻ പാടില്ല എത്ര രൂപ ബില്ല് വരുമെന്ന്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ക്ലീനിങ് മാത്രമാണ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള വാൽവ് ഒന്ന് സീറ്റ് ചെയ്യണം. കാരണം എൻ്റെ വാൽവിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കംപ്രഷൻ പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വാൽവൊക്കെ ഒന്ന് സീറ്റ് ചെയ്യണം. ശരിക്കും വാൽവ് സീറ്റ് ചെയ്യണമെങ്കിൽ നല്ല വില ലെയ്ത്തുകാരെ മേടിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ മെക്കാനിക് ബൈ പറഞ്ഞു നമുക്ക് കൈകൊണ്ട് തന്നെ, അതായത് പഴയ മെത്തേഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് നമ്മൾ വാൽവ് സീറ്റ് ചെയ്യുന്നത്. അതേപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കിട്ടും. അല്ലെങ്കിൽ 10-15,000 അതിന് മുകളിലൊക്കെ റേറ്റ് പോകും കേട്ടോ. പിന്നെ നമ്മുടെ ക്യാം ഷാഫ്റ്റ് കുഴപ്പമൊന്നുമില്ല, ക്യാം ഷാഫ്റ്റൊക്കെ പക്കയാണെന്ന് ബായി പറഞ്ഞ്. പിന്നെ തേയ്മാനം കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും നമ്മളിത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബായി ഇവിടെ പണിയാൻ ഞാനും നോക്കിയിരുന്നു കേട്ടോ. ഞാൻ രാത്രി വരെയൊക്കെ നിന്ന്. പിന്നെ വേറെ സൂത്രം ഇതുണ്ട്, സിവിക്കട നോക്കി. ഈ വണ്ടിക്ക് എഞ്ചിൻ പണി കിട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ 50,000 എൻ്റെ സ്പെയറിന് മാത്രം വിലയുണ്ട്. പണിക്കാശിനെ കൂട്ടി 70,000 വരുന്ന ബായി പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഹെഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, ഏതാണ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വാൽവ് സീറ്റ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഇനി ഇവിടുത്തെ കാർബണൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ്സ് ഒന്നും കുഴപ്പമില്ലെന്ന് കേട്ടോ ബായി പറഞ്ഞ്. അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഇനി വാൽവ് സീറ്റ് ചെയ്യാനായിട്ടോ പോണേ. അപ്പോൾ ഇതാണ് സാധനം. പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് എന്നാ പറയുക, വാൽവ് സീറ്റിംഗ് പൗഡർ എന്ന് പറയും. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയാം. നമ്മൾ മെക്കാനിക്കായിട്ടുള്ള ആൾക്കാർ പിടി കിട്ടും. നമ്മൾ വേറൊരു വാൽവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കറക്കി കഴിയുമ്പോൾ സീറ്റ് ആവും. നമ്മൾ വാൽവൊക്കെ സീറ്റ് ചെയ്തിട്ട് എഞ്ചിൻ അസംബ്ലിങ് കേട്ടോ. നമ്മൾ ക്യാം ഷാഫ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പണി കിട്ടിയത് ഈ സാധനമായിട്ടോ പണി തന്നെ. ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനമാണ് പണി തന്നെ. നമ്മുടെ വണ്ടിയിൽ നിന്ന് പോയ സാധനം ഇരുന്നിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പണി മൊത്തം കിട്ടിയത്. അപ്പോൾ അത് വെള്ളം കയറണ്ടായില്ല, വണ്ടിയിലേക്ക് ബ്ലോക്കായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് എഞ്ചിനിലേക്ക് ലീക്കായി കയറിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്ക് ഒരു പിടിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് എന്താ പറയുക, മെക്കാനിക്കലായിട്ടുള്ള ഐറ്റംസ് കാരണമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വണ്ടിയുടെ എഞ്ചിനെ പറ്റി ചെറിയൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ എഞ്ചിൻ അസംബ്ലി നമ്മൾ ഹെഡിൻ്റെ വാൽവ് കവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിംഗ് ആണ് റെഡിയാക്കേണ്ടത്. ടൈമിങ്ങിൻ്റെ ബെൽറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബെൽറ്റാണ് ഇപ്പോൾ ബൈ എടുക്കണത്. പുത്തൻ ബെൽറ്റാണ്, ഫുൾ MGP പാർട്സ് ഇട്ട് നമ്മൾ വെച്ചേക്കണേ ഇതിനകത്ത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഗ്യാസ്കറ്റ് മേക്കർ തേക്കണം, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് വരും കേട്ടോ. ബായി ഇപ്പോൾ അനാബോണ്ട് എടുത്തിട്ട് മൊത്തം തേച്ച് പിടിപ്പിക്കട്ടോ, അല്ലെങ്കിൽ ഹെഡിൽ നിന്ന് ലീക്ക് വരും ഓയിൽ. ചെറിയ അംശമായിട്ടാണ് എഞ്ചിൻ ഓയിൽ ലീക്ക് വരുള്ളൂ. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നീറ്റായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാം അസംബിൾ ചെയ്യണം. എഞ്ചിൻ്റെ വാൽവ് കവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ബൈ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പാർട്സ് നമുക്ക് പെട്രോളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഈ പാർട്സിൻ്റെ പേര് എന്നിട്ട് എനിക്കറിയാൻ പാടില്ല, പുള്ളിക്ക് അറിയാം കറക്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ പുള്ളി സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പഴയ തെർമോസ്റ്റാറ്റ്. നമ്മൾ നേരത്തെ കാണിച്ച പുതിയ തെർമോസ്റ്റാറ്റ്. ഈ സാധനം കാരണമാണ് ഈ പ്രശ്നം മൊത്തം വന്നത്. അതായത് വെള്ളം ബ്ലോക്കായി മൊത്തം പ്രഷറും എല്ലാം കൂളൻ്റ് മൊത്തം എഞ്ചിനിലേക്ക് അടിച്ച് കയറി. ഇത് അനങ്ങാണ് പോലും ഇല്ല ഈ സാധനം. ഇതങ്ങാണ്ട് 390 രൂപ വില വന്നതിന്. ഇപ്പോൾ ചെയ്യണേ എൻ്റെ എഞ്ചിൻ്റെ ടൈമിംഗ് ചെയിൻ കവറോട്ട് വെക്കണേ. ബാക്കി ഐറ്റംസ് ചോദിച്ചു. ഇനി നമുക്ക് വണ്ടിയുടെ വയറിങ് കൊടുക്കണം. വയറിങ് പ്രോപ്പർ അല്ലെങ്കിൽ പണി 8ൻ്റെ പണി കിട്ടും. പിന്നെ അതിനകത്ത് ഗ്യാസിൻ്റെ കിറ്റിൻ്റെ ഒക്കെ വയർ ഉറപ്പുണ്ടാകും കേട്ടോ. അതൊക്കെ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഗ്യാസ് കിറ്റും നമുക്ക് അഴിച്ചാണ് കേട്ടോ. ഇപ്പോൾ
നമ്മൾ ചെയ്തുണ്ടോ പഴയ ആ ഗ്യാസ്കിറ്റിൻ്റെ ക്ലാമ്പൊക്കെ ഒന്ന് അഴിച്ചോളാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല സാധനം, ഇത് വെറുതെ ഇരിക്കുമായിരുന്നു വണ്ടിയിൽ. ഇതാണ് ഐറ്റം. ഈ സാധനം നമ്മൾ അഴിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല. അതുകൊണ്ട് നമ്മൾ മെക്കാനിക് ബൈ അയച്ചു തന്നു കേട്ടോ. ഈ സാധനം വിറ്റൊന്നും കിട്ടില്ല, നമുക്കത് ആക്രിക്ക് കൊടുക്കട്ടെ. അതുകൊണ്ട് ഗൈസ് നമ്മുടെ വണ്ടി നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ആകെ നിറച്ച് എന്താ പറയുക പൊടി പിടിച്ചാണ്ടിരിക്കണേ ഇപ്പോൾ. അതുകൊണ്ടല്ലേ ഏകദേശം 10,000 രൂപയുടെ അടുത്ത് പണി നമുക്കാണ് കേട്ടോ. പിന്നെ അത് ചെയ്തേക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മോണച്ച് തുറക്കട്ടെ. നമ്മുടെ ഇവിടെ ഓയിൽ സീലൊക്കെ ഇവിടുത്തെ ഗ്യാസ്കറ്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെ ഓയിലൊക്കെ തെറിക്കണ്ടായിരുന്നു, ഭയങ്കര സീനായിരുന്നു. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുണ്ട് നേരത്തെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അയ്യോ നല്ല ചൂടാട്ടോ. ഉണ്ടോ ഇപ്പം നോർമലായിട്ടോ ഓയിലൊക്കെ. നേരത്തെ അവിടെ ഭയങ്കരമായി ചുമ്മാ ക്രീം പോലെ ചായ പോലെ സാധനമായിരുന്നു. പിന്നെ ഇപ്പോൾ പഴിക്കാൻ പറ്റില്ല, ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുക എഞ്ചിൻ. കാരണം നമ്മൾ ഓടിച്ചോളാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കൂളൻ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാര്യം അതിലുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി കൂളൻ്റ് ഒഴിച്ച് അത് വേസ്റ്റ് ആയിപ്പോളൂ. പിന്നെ കൂളൻ്റിലാണ് വണ്ടി ഓടിച്ചത്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് നാൾ ഓടിക്കാൻ പാടുന്നുള്ളൂ. അപ്പോൾ 600 കിലോമീറ്റർ കഴിയുമ്പോൾ കൂളൻ്റും എഞ്ചിൻ ഓയിലും നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഇതാണ് ആ വണ്ടിയുടെ അവസ്ഥ. ഏകദേശം 9,165, ഏകദേശം 10 രൂപ കൂട്ടിക്കുക. 10 രൂപയുടെ പണി നമ്മളിപ്പോൾ വണ്ടിക്ക് പണിത് കേട്ടോ. വണ്ടി ഇപ്പോൾ അടിപൊളിയായിട്ട് ഓടേണ്ട, ഒരു പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇനി ബാക്കിയുള്ള വർക്ക്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ എ സി കംപ്രസർ കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് ബായ് പറഞ്ഞത്. അത് അറിയാൻ പാടില്ല, ചെക്ക് ചെയ്ത് നോക്കണം. കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് തോന്നണേന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗ്യാസ് നിറക്കണം. പിന്നെ ബാക്കി നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ വർക്ക്സ് ഒക്കെ കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ഗ്രില്ലൊക്കെ പെയിൻ്റ് അടിച്ചിറന്നു. ഇപ്പോൾ പൊടി ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് പ്രഷർ വാഷിലായിട്ട് ഇനി കഴുകാം കേട്ടോ. ഇനി ഈ പ്രഷർ വാഷിൻ്റെ റിവ്യൂ ഞാൻ ഇപ്പോൾ ഇടുന്നതായിരിക്കും കേട്ടോ. അടിപൊളി പ്രഷർ വാഷാണ്. ഇതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇട്ടേക്കാം കേട്ടോ. നമുക്ക് വണ്ടി ഒന്ന് കഴുകി കുട്ടപ്പൻ ആക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അഡ്വൈസായിട്ടൊന്നും കൂട്ടൊന്നും വേണ്ട. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇസന്നൊന്നല്ല ഏത് വണ്ടി എടുത്താലും നിങ്ങൾ മിനിമം ഒരു 1 ലക്ഷം രൂപ കയ്യിൽ വയ്ക്കുക. മീൻസ് വണ്ടി എടുക്കാനുള്ള പൈസയല്ല, വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ നിങ്ങൾ എമർജൻസി ഫണ്ടായിട്ട് വയ്ക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയാണ് എന്ത് വേണമെങ്കിൽ പണി കിട്ടാം. എനിക്ക് ഈ വണ്ടി പെട്ടെന്ന് ഇറക്കാൻ പറ്റും, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ബാക്കപ്പ് ഫണ്ടായിട്ട്, അതുകൊണ്ടാണ് ഇറക്കാൻ പറ്റിയത്. പിന്നെ നിങ്ങൾ ഏത് വണ്ടി മേടിച്ചാലും 1 ലക്ഷം രൂപ മിനിമം കയ്യിൽ വയ്ക്കുക. പിന്നെ വണ്ടികളൊന്നും പിടിക്കില്ല കേട്ടോ. എക്സാമ്പിൾ ഞാൻ പറയാം, വർക്ക്ഷോപ്പിലൊരു സിവിക് കിടന്നില്ലേക്ക്, ഞാൻ ആദ്യം എടുക്കാറുന്ന വണ്ടി സിവിക്കായിരുന്നു. സിവിക്ക് മോശം വണ്ടി ഒന്നും അല്ല പറയണത്, നല്ല വണ്ടിയാണ് സിവിക്ക്. പക്ഷേ ഇതിൻ്റെയൊക്കെ സ്പെയർ നല്ല റേറ്റാണ്. നമ്മുടെ ആസ്തിക്കുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാം കേട്ടോ. ക്രേസ് എന്ന് പറഞ്ഞാൽ നടക്കരുത്, നമ്മൾ റിയാലിറ്റി കൊണ്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തോടെ ഇത്രയുള്ളൂ. അടുത്തോടെ കാണാം. സ്റ്റേ ട്യൂൺഡ്.